മോർണിംഗ് പറയാൻ ഇറങ്ങിയേക്കുക എല്ലാവരും എണീപ്പിക്കാനും. കുട്ടപ്പായി രാവിലെ തന്നെ ഒരാളെന്നെ എണീപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ്. ആരാന്ന് കാണണോ? താ ഇവളാണ് ആള്. രാവിലെ തന്നെ എണീപ്പിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇരുട്ടാണ്ട് കാണാൻ ഇപ്പം ലേറ്റ് ഇടാ ഉണ്ടാ താരന്നാണ്ട റെഡി. ഞാൻ വിളിക്കാൻ വേണ്ടി വന്നേക്കാണ്. നല്ല കുളിപ്പിച്ച് കുട്ടപ്പായി ആക്കിണ്ട് ഇവളെ. വാ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ രാവിലെ. ഫുഡ് കുട്ടപ്പായി. എനിക്ക് ഫുഡ് വേണോ? എങ്ങനെയോ കൂട് പൊട്ടിച്ച് ചാടണ്ട് എന്നറിയാം ഇവൾക്ക്. അപ്പം അങ്ങനെ ചാടിയിട്ട് രാവിലെ വന്നതാ തോന്നണു. ഇവള് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതായതുകൊണ്ട് ഇങ്ങനെ നമ്മളായിട്ട് ഇത്ര ഇണക്കവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ വിളിച്ചാലും കാര്യങ്ങളൊക്കെ ഇവള് വരുന്നുണ്ട്. ഇപ്പോൾ നീപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ മോളിലേക്ക് വന്നിട്ട് മീനിനെ തീറ്റ ഇട്ട് കൊടുക്കാൻ വന്നിക്കാണ്. ഉള്ള നീപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ നീറ്റ് അങ്ങനെ ഇറങ്ങി വരാറില്ല. എങ്ങനെയാണ് അവൾ കൂട് പൊട്ടിച്ച് വന്നത്. അപ്പോൾ മീനുകൾക്കൊക്കെ ഇപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇവർക്കൊക്കെ ഒരു തരി തീറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് ഇറങ്ങിയിട്ട് അവൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഗപ്പീസൊക്കെ വലുതായിട്ടുണ്ട്. അനിയനാണ് മെയിനായിട്ട് നോക്കാറ്. നമുക്ക് സമയമില്ലാത്തപ്പോൾ തീറ്റ ഒക്കെ ഇട്ടിട്ട് നോക്കാറ്. നമ്മൾ മോളിലത്തെ പരിപാടിയാണിത്. നമ്മൾ രാവിലത്തെ ഒരു റൊട്ടീന് പോലെയാണ്. ഇവിടെ വെള്ളം കാരണം അവളിങ്ങോട്ട് വരാത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ ആളാ. വെള്ളം കണ്ടപ്പോൾ അവിടെ തന്നെ കിടന്നു. കണ്ടാ സുർമിയെ ഉണ്ടോന്നേ ഇവിടെ വായോ. ഉണ്ടോന്നേ ഇവിടെ വാ. ഫുഡ് വേണ്ട എനിക്ക്. ഉണ്ടാ വിളിച്ചാ വരും. സുർമ ഉണ്ടോന്നേ ഇവിടെന്നേ വേണ്ട വരുന്നുണ്ട്. വിളിച്ചാ അവള് വരും. ഭക്ഷണം കിട്ടണ നേരത്ത് വിശപ്പുള്ളപ്പോട്ടാ.